വണ്ടികളും വോളിയം കുറവായി കഴിഞ്ഞാൽ ബ്രാൻഡ് നിർത്തലുണ്ട്. സെയിലില്ലെങ്കിൽ പിന്നെ അത് കൊണ്ടുവരുന്നിട്ട് കാര്യമില്ല. അത് നന്നായി എന്ന് നമുക്കും തോന്നാറുണ്ട്. കാരണം വെറുതെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ പ്രഷർ കൂട്ടാനായിട്ട് എന്തിനാണ് വെറുതെ മാർക്കറ്റിലെ വണ്ടിയെന്ന് നമുക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇഗ്നിസിൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. കാരണം ഇഗ്നിസിന് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇഗ്നിസ് എനിക്ക് തോന്നുന്നു മാരുതിയുടെ ഒരു ലേബലിലല്ല ഇഗ്നിസ് വണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നത്. കാരണം ഇഗ്നിസ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടീനെ കുറിച്ച് അറിയുന്ന കസ്റ്റമേഴ്സാണ്, അല്ലെങ്കിൽ കാർ എന്താണെന്ന് അറിയുന്ന കസ്റ്റമേഴ്സാണ് അധികം ഇഗ്നിസിലേക്ക് വരുന്നത്. എല്ലാവരും ഓടിപ്പോയിട്ട് എടുക്കുന്ന ഒരു വണ്ടിയല്ല ഇഗ്നിസ്. ഇഗ്നിസ് എടുക്കണമെന്ന് തീരുമാനിച്ച ഒരു കസ്റ്റമർ ആണെങ്കിൽ പുള്ളി ഇഗ്നിസിൻ്റെ ഏത് വേരിയൻ്റ് എടുക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇഗ്നിസിൻ്റെ ഒരു ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് ഇഗ്നിസിൽ ഏതാണ് നന്നാവുക എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലാതെ അവർ പിന്നെ ഇഗ്നിസ് ഒന്ന് മാറി ചിന്തിക്കില്ല. ഇപ്പോൾ ഗ്ലോബലിയൊക്കെ ഇഗ്നിസ് ഉണ്ടെങ്കിലും ഇന്ത്യയിൽ വന്നത് ആ ഒരു ഓൾ വീൽ ഡ്രൈവ് എന്നുള്ള ഇഗ്നിസ് അല്ല. പക്ഷേ ഇന്ത്യയിൽ അവർ കൊടുത്തിട്ടുള്ള ഈ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ, ഇപ്പോൾ നമ്മൾ ഇഗ്നിസിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇഗ്നിസിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴും എഞ്ചിൻ്റേതായിട്ടുള്ളൊരു സൗണ്ടോ വേറൊരു വൈബ്രേഷനോ ഒന്നും തന്നെ ഇല്ല. കാരണം NVH ലെവലൊക്കെ അത്രയും പക്കാണ് ഇഗ്നിസിൽ. ഇഗ്നിസിൽ എല്ലാം ഉണ്ട്, എല്ലാം ബെസ്റ്റ് അല്ല, പക്ഷേ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇഗ്നിസിൻ്റെ സീറ്റിംഗ് പൊസിഷൻ. ബാക്കിയുള്ള മാരുതി വണ്ടികളൊക്കെ നമ്മളൊരു കുഴിയിലിരിക്കും പോലെയാണ്, കുറച്ച് താഴ്ന്നിരിക്കും പോലെ. പക്ഷേ ഇഗ്നിസ് നമുക്ക് കറക്റ്റായിട്ടൊരു വ്യൂ തരുന്നൊരു സീറ്റിംഗ് ആണ് കിട്ടുന്നത്. പിന്നെ ഇഗ്നിസിൻ്റെ പവർ, ആ ഒരു 4 സിലിണ്ടർ 1200cc എഞ്ചിൻ്റെ പവർ നമുക്ക് വാഗ്നറിനേക്കാൾ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഈ ഒരു ഇഗ്നിസിലാണെന്ന് തോന്നുന്നു. പിന്നെ ഇഗ്നിസിൻ്റെ മീറ്റർ ക്ലസ്റ്ററും മൈലേജും വണ്ടി നമുക്ക് കാലി കൊടുക്കുമ്പോഴുള്ള ഒരു പെർഫോമൻസും എല്ലാം കൊണ്ടും മാർക്കറ്റിൽ ഈ ഒരു ബഡ്ജറ്റിൽ വണ്ടി കാണാനുള്ള ലുക്കാണെങ്കിലും പലർക്കും ബാക്കിലെ ഒരു ഡിസൈനിന് വലിയൊരു ലൈക്കില്ല, ചിലർക്ക് ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണെങ്കിലും വണ്ടി ഓവറോൾ കാണാനുള്ള ഒരു ലുക്കാണെങ്കിലും ഇഗ്നിസ് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരും ഇഗ്നിസ് ചോദിച്ചു വരുന്നവർക്കൊക്കെ ഇഗ്നിസിൻ്റെ ആ ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ മാരുതി അൺഒഫീഷ്യലായിട്ട്, ഇതുവരെ ഒഫീഷ്യലായിട്ട് മാർക്കറ്റിൽ നിന്ന് വണ്ടീനെ വിഡ്രോ ചെയ്തെന്ന് മാരുതി എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും അൺഒഫീഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വന്നു. ഇഗ്നിസിൻ്റെ അവൈലബിലിറ്റി ഒക്കെ വളരെ കുറഞ്ഞു. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് എന്താ പറയുക, ഭയങ്കര നമുക്കൊരു ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ നിന്ന് സെയിൽ കുറവായതുകൊണ്ടോ എന്തോ. ഇനി ചിലപ്പോൾ അടുത്ത അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് സെറ്റ് കാറ്റഗറി എഞ്ചിനിലേക്ക് മാരുതി വണ്ടികൾ മാറുമ്പം ഇഗ്നിസിൻ്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം BS6 2.0 ഒക്കെ വരുമ്പം അതിൻ്റെ അകത്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇഗ്നിസ് ഞാനൊരു 2-2.5 മണിക്കൂറായിട്ട് ഇഗ്നിസ് കൊണ്ടു നടക്കുകയാണ്. ഇഗ്നിസിലാണ് ഏകദേശം 184 കിലോമീറ്റർ ഓടിച്ചു. ഒരു ക്ഷീണോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനൊരു ബുദ്ധിമുട്ടോ ഒന്നും വന്നിട്ടില്ല. ഇഗ്നിസിൻ്റെ ഉള്ളിലെ വ്യൂ ആണെങ്കിലും നമുക്ക് റോഡിലേക്ക് കിട്ടുന്ന വ്യൂ, ഉള്ളിലെ ലൈറ്റ് വരുന്ന കാര്യങ്ങൾ എല്ലാം ഭയങ്കര കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയൊരു വണ്ടിയാണ് ഇഗ്നിസ്. വാല്യൂ ഫോർ മണി ഇഗ്നിസ് ബെസ്റ്റ് തന്നെയാണ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം വേറെ ഏത് വണ്ടികളായിട്ട് ഇപ്പം നമ്മുടെ മാഗ്നറ്റുമായിട്ടോ അല്ലെങ്കിൽ പഞ്ചുമായിട്ടോ ഇനി അതല്ല നമ്മുടെ ഹ്യൂണ്ടായുടെ എക്സ്ട്രോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ, പക്ഷേ വണ്ടി ഓടിക്കാനുള്ള കംഫർട്ടിൽ ഈ വണ്ടികളുമായിട്ടൊന്നും ഇഗ്നിസിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇഗ്നിസ് നമുക്ക് തരുന്ന ഒരു പെർഫോമൻസ് അങ്ങനെയാണ്. പെർഫോമൻസിൻ്റെ കൂടെ തന്നെ നമുക്ക് മൈലേജും തരുന്നുണ്ട്. എങ്ങനെയായാലും നമുക്കൊരു 16-18 കിലോമീറ്റർ മൈലേജ് ഏത് ഇപ്പോൾ സിറ്റി റൈഡ് ആണെങ്കിലും ബൈപ്പാസിലാണെങ്കിലും എങ്ങനെയാലും നമുക്ക് കിട്ടുന്നുണ്ട്. മൈലേജും വണ്ടി തരുന്നത് അത് മാരുതിയുടെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. ഈ ഒരു 4 സിലിണ്ടർ 1200cc എഞ്ചിൻ, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഈ കിട്ടുന്ന മൈലേജും പെർഫോമൻസും.